ആമേൻ ഹല്ലേലൂയ. ഒരുവൻ അധ്വാനിച്ച് സകലവും കൂട്ടി കളപ്പുരയിൽ വെച്ചിട്ട് നാളെ ചിന്തിക്കുക, ഇതെല്ലാം ഒന്ന് ഹല്ലേലൂയ ആസ്വദിക്കണം, തിന്നണം, കുടിക്കണം, ആഹ്ലാദിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ രാത്രിയിൽ തമ്പുരാൻ ചോദിക്കൂടാ, നിന്റെ പ്രാണനെ ഇന്ന് ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിലും രാത്രി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യവും വിലപ്പെട്ടതുമായി തന്നിരിക്കുന്ന ഒരു നിത്യജീവൻ നമ്മുടെ കരങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവന് വിളിക്കപ്പെട്ടവരാണ് നാം. ആ സർവശക്തനായ ദൈവത്തിന്റെ കോളിംഗ് ലഭിച്ചവരാണ് നാം. അവൻ അങ്ങനെയെങ്കിൽ നമുക്ക് നിരാശപ്പെടാനില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതതിന്റെ സമയത്ത് അവൻ ഞാൻ ഒരുക്കുന്ന സമയത്ത് അത് തരും. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, അവരെ നാളത്തെ ആക്കിയുള്ള ആ നിത്യജീവനിലേക്കുള്ള ആ വലിയ ഭാഗ്യവും നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിലും ഓരോ ആരാധനയിൽ കടന്നു വന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എത്ര സന്തോഷത്തോടെ ആമേൻ ആത്മനിറവിൽ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയോ? നമ്മളെ നിരാശ മൂടുന്ന. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പ്രാർത്ഥിച്ച് ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഭാരപ്പെടും. അപ്പൊ പിശാച് പറയും, ഓ നീ ആരാധനയ്ക്ക് പോയി പ്രാർത്ഥിച്ചിട്ടും പാടിയിട്ടും സ്തോത്രം ചെയ്തിട്ടും ഒരു കാര്യമില്ല, നിന്റെ വിഷയം ഇങ്ങനെ പോകും. ആമേൻ ഹല്ലേലൂയ. ഈ ദൈവ സഭയ്ക്കകത്ത് ആമേൻ ഈ സമാജനം കൂടി വരുന്ന എന്തിനാ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ. പ്രൈസ് ദി ലോർഡ്. 147 സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. പ്രൈസ് ദി ലോർഡ്. 147 സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ അത് ആരാന്ന് എഴുതിയിട്ടില്ല. എന്നാൽ ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയയിൽപ്പെട്ട ഒരു സങ്കീർത്തനം. ഈ 147 സങ്കീർത്തനം എഴുതപ്പെടുവാനുള്ള സാഹചര്യം പണ്ഡിതന്മാർ പറയുന്നത്, നെഹമ്യാവ് ആലയത്തിന്റെ മതിൽ പണിയുവാൻ തുടങ്ങിയ സമയത്ത് അവർ പാടി ആരാധിച്ച സങ്കീർത്തനം എന്ന പണ്ഡിതന്മാർ ഇതിനെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് രാത്രി ഹല്ലേലൂയ ആരാധനയുടെ നടുവിൽ ദേവദാസൻ വിളിച്ചു പറഞ്ഞല്ലോ, ആമേൻ നെഹമ്യാവിന്റെ പണിയെ പറ്റി. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നെഹമ്യാവ് പറഞ്ഞ ഒരു പദപ്രയോഗം എങ്ങനെയല്ലേ? ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവ മക്കളുടെ വിഷയത്തിന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ. ആമേൻ 147 സങ്കീർത്തനത്തിൽ 1-ാമത് പറയുക, യഹോവയെ സ്തുതിപ്പിൻ. ആമേൻ അതിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുക, യഹോവയെ സ്തുതിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആമേൻ ദൈവത്തിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അവനെ സ്തുതി പാടുന്നത്, അവന്റെ മക്കൾ അവനെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയാം, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്. ആമേൻ. അങ്ങനെയെങ്കിൽ രാത്രി പ്രൈസ് ദി ലോർഡ് നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് അവനെ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ എന്തെടുത്ത് നോക്കിയാലും നമ്മൾ നല്ലതേ ചെയ്യുവാൻ ശ്രമിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു വസ്ത്രമായിക്കൊള്ളട്ടെ, ആമേൻ ഹല്ലേലൂയ, സൂപ്പർ മാർക്കറ്റിൽ കയറി പോയാൽ നോക്കും ഏറ്റവും നല്ലത് ഏതാ, ആമേൻ അതെടുക്കാനേ നോക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മെച്ചമേറിയ ഒരു നല്ല ജോലിക്ക് ഏതിനും നല്ലത് നാം തിരഞ്ഞെടുക്കുവാൻ എപ്പോഴും ആമേൻ ആഗ്രഹിക്കുന്നത്. ആമേൻ ഇവിടെ വചനം പറയുന്നത് ആമേൻ ഏറ്റവും നല്ലത് ഈ ദൈവസന്നിധിയിൽ വന്ന് അവന് കീർത്തനം പാടുന്നതാ ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാര്യം ഹല്ലേലൂയ അടുത്ത് പറയുക, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ദൈവം പണി തുടങ്ങിക്കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ആ പണിയെ തടയാൻ ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. കാരണം എന്തോ? ആമേൻ അതിന്റെ നായകൻ ആമേൻ ഹല്ലേലൂയ മുൻപിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ആമേൻ തോൽവി ഒന്നും ഇല്ല.
ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നാം കേട്ട ഒരു സബ്ജക്റ്റ് ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശൗല് വരെ ആമേൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ അഭിഷിക്തന്മാർക്ക് നൽകപ്പെട്ട കൃപാവരങ്ങൾ 3. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഭരിക്കുവാൻ ന്യായാധിപതിയാക്കി ശമൂവേലിനെ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം കേട്ട ഒരു വലിയ ആമേൻ നല്ലൊരു മെസ്സേജ് സബ്ജക്റ്റ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഹല്ലേലൂയ പിന്നെ അത് കാണുന്നത് ആമേൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോഴാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൂരദേശത്തു നിന്ന് വന്ന ആമേൻ ഹല്ലേലൂയ ആ രാജാക്കന്മാർ അവർ കൊണ്ട് കർത്താവിന്റെ കാൽക്കൽ വച്ചത് ആമേൻ നൂലും കുന്തിരിക്കും ആമേൻ അവന്റെ കാൽക്കൽ വച്ചപ്പോൾ ആമേൻ നഷ്ടപ്പെട്ടതിന് ആമേൻ തന്നെ അഭിഷിക്തനായ ക്രിസ്തു ജനിച്ച നാളിൽ സ്വർഗ്ഗം അവന്റെ കാൽക്കൽ ആ അധികാരം മുഴുവനും വയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജാവ് ആരാ? നമ്മെ വീണ്ടെടുത്തിരിക്കുന്നവരാരാ? അവൻ സർവശക്തനായ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഈ സങ്കീർത്തനത്തെ ആമേൻ അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3-ാം വാക്യം പറയുന്നത് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന്റെ മുറിവുകളെ കെട്ടാൻ ഈ ലോകത്ത് ഡോക്ടർമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ മനസ്സിന്റെ മുറിവുകളെ കെട്ടുന്ന ആമേൻ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്ന കർത്താവാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആരാധനയുടെ നടുവിൽ ആമേൻ നാം വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആമേൻ പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആമേൻ മനസ്സ് തകർന്നവരായി മുറിവേറ്റവരായി വന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ആമേൻ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന അവൻ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമുക്ക് ആരാധിക്കുവാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നാം ആനന്ദിക്കുവാൻ പറ്റുന്നത്? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആമേൻ. കാരണം അവൻ ഹല്ലേലൂയ ഇറങ്ങി വരുവാൻ യാതൊരു തടസ്സവുമില്ല. ആരാധനയ്ക്ക് ആമേൻ ദേവദാസൻ പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ ആമേൻ ആരംഭിക്കുമ്പോൾ തന്നെ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പരിശുദ്ധാത്മാവിനെ ആസ്വദിച്ചറിയണമെങ്കിൽ, അനുഭവിച്ചറിയണമെങ്കിൽ, ആനന്ദിച്ചറിയണമെങ്കിൽ ആമേൻ നാം നമ്മുടെ മനസ്സ് തുറന്ന് ഹല്ലേലൂയ ആമേൻ അവനെ അറിയണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അവനെ ആമേൻ രുചിച്ചറിയുവാനാ. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം ആമേൻ ഇറങ്ങി നിൽക്കുമ്പോൾ ആമേൻ ഉള്ളത്തിൽ ആഗ്രഹം വേണം. എന്താ? ആ സാന്നിധ്യത്തെ ഇന്ന് രാത്രി ഒന്ന് തൊടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനെ ഒന്ന് ഹല്ലേലൂയ എന്റെ ശരീരത്തിന്മേൽ അനുഭവിച്ച് അറിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ദാഹമുള്ളിടത്ത് ആമേൻ ആത്മാവിന്റെ ആമേൻ ഹല്ലേലൂയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുകളിൽ പ്രസാദിക്കുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുകളിൽ പ്രസാദിക്കുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് ആമേൻ ഹല്ലേലൂയ നമ്മുടെ പുറമേയുള്ള ശക്തിയിലൊന്നുമല്ല ദൈവത്തിന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അതോ ആ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്ന അശ്വബലത്തിൽ ദൈവത്തിന് ആമേൻ ആമേൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുകളിൽ പ്രസാദിക്കുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം എപ്പോഴും ആമേൻ ഒരു ദൈവമൈതലിനെ നോക്കുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഹൃദയം എവിടെയാണ്? ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ നിലവാരം എന്താണ്? ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ വന്നിരിക്കുമ്പോൾ ആമേൻ നീ ആമേൻ എങ്ങനെയാണെന്ന് ആമേൻ കണ്ടറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ആമേൻ ആമേൻ ഈ ആലയത്തിൽ അകത്തളങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ലോകജാതികൾക്കാണെങ്കിലോ പ്രൈസ് ദി ലോർഡ് അവരൊരു പള്ളി നാമധേയ ക്രിസ്തവരെ എത്തി കഴിഞ്ഞാൽ അവർ പള്ളി പോകുമ്പോൾ ഭക്തിയോടെ നിൽക്കും. കാരണം എന്താ? അവരുടെ മുമ്പിൽ രൂപങ്ങളുണ്ട്, ആമേൻ പുരോഹിതന്മാരുണ്ട്,
അവൻ എല്ലാം അവൻ എഴുതി വരച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ ചെല്ലുമ്പോൾ ഭക്തിയോടെ നിൽക്കും. അത് പുറമേയുള്ള ഭക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അല്ലെങ്കിൽ ബന്ധക്കോസ്തുകാരായ നാം ആമേൻ ആമേൻ കർത്താവിന്റെ ആമേൻ ആത്മാവിനാൽ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നാം ദൈവസന്നിധി വരുമ്പോൾ ആമേൻ ഇവിടെ ആമേൻ രൂപങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ദൈവമക്കൾ കൂടി വരുന്നവരുടെ നടുവിൽ ആമേൻ അതിൽ വാഗ്ദത്തം ചെയ്ത തമ്പുരാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെയാണ് നാം ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തലനായ പൗലോസിനെ സ്വർഗം വിളിച്ചിട്ട് അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ തന്നെ ഇഷ്ടമറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ആമേൻ ഹല്ലേലൂയ അവിടെ ആമേൻ തന്റെ ഹല്ലേലൂയ സഹോദരങ്ങളോട് വിളിച്ചു പറയുക. ആമേൻ ആമേൻ അവിടെ പറയുക, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവരെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകോപത്തിന് ആമേൻ ഹല്ലേലൂയ ആമേൻ അനന്യാസ് വന്ന് ശൗലിനോട് പറയുക, ശൗലേ ആമേൻ സ്വർഗ്ഗം നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനെന്നറിയോ? ഒന്ന് ആമേൻ ഹല്ലേലൂയ അവന്റെ ഇഷ്ടം അറിയുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരും പ്രൈസ് ദി ലോർഡ് ആമേൻ സ്വതവേ ഈ മാർഗം തിരഞ്ഞെടുത്തവരല്ല. പിന്നെയോ സർവശക്തനായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു അവിടത്തെ അറിയണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ദൈവത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? പ്രൈസ് ദി ലോർഡ്. ദൈവ തേജസ് ഇറങ്ങി വരുമ്പോൾ അതിലേക്കൊന്ന് നടന്നു കയറുവാനുള്ള താല്പര്യം തോന്നണം. പ്രൈസ് ദി ലോർഡ്. അതാ മോശ ചെയ്യുന്നത് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. അവൻ മുൾപ്പടർപ്പിൽ അവൻ പുറപ്പാട് പുസ്തകം 3:3 വായിക്കുന്നു. മുൾപ്പടർപ്പിൽ കത്തി എരിയുന്ന ആമേൻ ആ തേജസ്സിനെ എന്ന് വെച്ചാൽ മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല, പക്ഷെ മുൾപ്പടർപ്പിൽ തീ ആളിക്കത്തുന്നു. ഈ തേജസ് എന്തെന്ന് കാണുവാനുള്ള വാഞ്ചയോടെ അവൻ കയറി ചെന്നപ്പോൾ അവൻ ഒരു കാര്യം പിടികിട്ടിയത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ അവൻ കയറി ചെല്ലുമ്പോൾ തന്നെ പറയുക, നിന്റെ കാലിൽ നിന്ന് ആമേൻ ചെരുപ്പ് ഊരി മാറ്റുക. പ്രൈസ് ദി ലോർഡ്. ഇത് വിശുദ്ധ ഭൂമിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ആരാധനയ്ക്ക് അകത്ത് വരുമ്പോൾ ആമേൻ ദൈവ തേജസ് ആമേൻ അനുഭവിച്ചറിയുന്നവരുടെ ഉള്ളങ്ങളിൽ ഒന്ന് വ്യാപരിക്കണം. എന്തെന്നറിയോ? ഇത് തേജോമനായ ദൈവം ഇറങ്ങുന്ന സാന്നിധ്യമുള്ള സ്ഥലമാണ്. ആമേൻ ദൈവമക്കൾ കൂടുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ തേജസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവ തേജസ് അറിയുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത പദപ്രയോഗം ഇങ്ങനെയാണ്. ആമേൻ അവൻ നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും. പ്രൈസ് ദി ലോർഡ്. നീതിമാനായവനെ കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നവർ ആമേൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ കണ്ണാലെ കണ്ടു കയ്യാലെ തൊട്ടു. നമ്മൾ എങ്ങനെയുള്ളവരാ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചവരായി ഈ കാലഘട്ടത്തിലുള്ള ജനം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സൗന്ദര്യത്തെ നമ്മുടെ ഉള്ളറകളിൽ നാം ആമേൻ ഹല്ലേലൂയ കണ്ടറിഞ്ഞിറങ്ങിയവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പൗലോസിനോട് ആമേൻ അനന്യാസ് പറയുക, അവനെ അറിയുവാൻ മാത്രമല്ല ആമേൻ നീതിമാനായവനെ കാണുവാനും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ കാണണം? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനം ആമേൻ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നിന്റെ മനോഹരത്വം ഒന്ന് കാണണം എനിക്ക്, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ ആലയത്തിന്റെ അകത്തളങ്ങളിൽ വരുമ്പോൾ ആമേൻ നാം ആഗ്രഹിക്കേണ്ടതെന്തോ? നിന്റെ മനോഹരത്വം കാണണം. ആമേൻ നിന്റെ തേജസ്സേറിയ മുഖമൊന്ന് കാണണം. ആമേൻ ഹല്ലേലൂയ. ഒരുവൻ യാദൃച്ഛികമായി ആമേൻ കാണുവാനിടയായി. എങ്ങനെയോ? യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കണ്ടു, ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നതായി അവൻ കാണുകയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവ തേജസ് നാം ഒന്ന് കാണണം പ്രിയരേ.
അവൻ അപ്പൊ ദൈവ തേജസ് അറിയണം മാത്രമല്ല ആമേൻ ഹല്ലേലൂയ കാണുകയും കൂടെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവന്റെ വായിൽ നിന്നുള്ള വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടമെന്ന ആമേൻ ഹല്ലേലൂയ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് പറയുക, ഒന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് അറിയണം. ആമേൻ ഹല്ലേലൂയ. അറിഞ്ഞാലല്ലേ കാണുവാനുള്ള ആഗ്രഹങ്ങളുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ കാണുവാൻ ചെന്നപ്പോൾ മോശ കണ്ടതെന്തോ, മോശേ മോശേ എന്നുള്ള വിളിയുടെ ശബ്ദം. ആമേൻ വേദപുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ പേടിച്ചു വിളിച്ച ആമേൻ ഭക്തന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോശയെ മാത്രമല്ല, വിലയോ അബ്രഹാമിനെ അബ്രഹാമേ അബ്രഹാമിനെ എന്ന് വിളിച്ചു, ശമൂവേലിനെ ശമൂവേലെ ശമൂവേലെ എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ സർവശക്തനായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ വന്നിരിക്കുന്ന ദൈവജനമേ, അവനെ ഈ രാത്രി നിന്റെ പേര് വിളിക്കുന്ന ആ ദൈവ ശബ്ദത്തെ കേൾപ്പാൻ കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ഈ ആരാധനയിൽ നാം ഹല്ലേലൂയ ഭാഗ്യമുള്ളവരായി മാറി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ദൈവ തേജസ്സിന്റെ നടുവിൽ വരുമ്പോൾ ആമേൻ പറയുക, അവന്റെ വചനം കേൾപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം ഡയറക്ടർ ആമേൻ വചനം പറയണമെന്നില്ല. ആമേൻ ഈ രാത്രി പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ആ പ്രാർത്ഥന മുതൽ ഒരു സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യത്തിൽ കൂടെ അവൻ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പറയുന്ന വാക്യങ്ങളിൽ കൂടെ അവൻ നാം പാടി ആരാധിക്കുന്ന പാട്ടുകളിൽ കൂടെ അവൻ മെസ്സേജ് നൽകുന്ന ദൈവദാസനിൽ കൂടെ ഈ രാത്രിയിലും നമ്മോട് സംസാരിപ്പാൻ ആ സർവശക്തനായ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ ദൈവത്തെ നാം ആത്മാവിൽ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിന്റെ 19ാമത്തെ വാക്യം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ വചനം പറയുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആമേൻ പുരോഹിത വർഗം എന്ന് വെച്ചാൽ അവൻ ഒരു വിശിഷ്ടമായ ശ്രേഷ്ഠ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്തോ വചനം പറയുന്നു, ആമേൻ സ്വർഗ്ഗം നമ്മെ തിരഞ്ഞെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അവിടെ പറയാ, അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4:7 വായിക്കുന്നു. അവിടെ പറയുന്നു, ഇത്ര ശ്രേഷ്ഠമുള്ള ജാതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ ജാതിയിൽപ്പെട്ട പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചാൽ വിളിക്കപ്പെട്ട് ആമേൻ തിരഞ്ഞെടുക്കപ്പെട്ട് അവന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന് വിലയേറിയുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അതിന്റെ 14ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ വിശേഷമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ വചനം പറയുന്നു. 11ാമത്തെ വാക്യം വായിച്ചേ. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളിൽ ആര് പ്രസാദിക്കണം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ആമേൻ നമ്മുടെ ദൈവം നമ്മിൽ പ്രസാദിക്കണമെന്ന തിരുവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ ലോകത്തൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലും സിസ്റ്റം ഉണ്ടെന്ന്. ആമേൻ ഈ ലോകത്ത് നാം ഒരു ജോലിക്ക് പ്രവേശിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ആമേൻ ഓരോ രാജ്യത്തിനും അതിന്റെ നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിന് ഒരു നിയമമുണ്ടെന്ന്. ദൈവമക്കളുമായി ദൈവത്തിന് ഒരു നിയമമുണ്ടെന്ന്. ആ ദൈവമായുള്ള നിയമത്തെ അനുസരിക്കുന്ന അവൻ സമയം ദൈവമക്കളുടെ മേലോ അവൻ വചനം പറയുന്നത് അവൻ വിശേഷമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുന്നത്. അവൻ ഹല്ലേലൂയ. അവൻ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന്റെ വിധികളും ചട്ടങ്ങളും പ്രമാണിക്കുകയും ചെയ്യുന്ന തന്റെ മക്കളിൽ ആ സ്വർഗം
പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവരെയാ ദൈവം സൗഖ്യമാക്കുന്നത്, അവരുടെ മുറിവുകളെയാ ദൈവം ആമേൻ കെട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകാശത്തെ മേഘം കൊണ്ട് അവൻ മൂടുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, പ്രൈസ് ദി ലോർഡ്. അവൻ സൂര്യൻ പറയും, പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ കാണാതെ വണ്ണം നീ അല്പസമയം ഈ ഭൂമിയെ നീ മറച്ചു പിടിച്ചാലും അല്പം കഴിയുമ്പോൾ ഞാൻ വീണ്ടും തേജസ്സോടെ പ്രകാശിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അതിലൊരു ദൂതുണ്ട്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അല്പസമയത്തേക്ക് ഇരുളിന്റെ അവസ്ഥകൾ കടന്നു വന്നാലും അതിനെ കീറിമുറിച്ച് പ്രകാശിക്കുന്ന ഒരു തേജസ് ആമേൻ നമ്മിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ നാം പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നാം ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ മഹത്വത്തെ വർണ്ണിക്കുകയും ചെയ്താൽ നമ്മുടെ അവൻ ജീവിതം ധന്യമാകും. അവൻ 20-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു, അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ മക്കളോട് നമ്മൾ പറയണം, നമ്മൾ കടന്നു വന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ പറ്റി, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രത്യേകതയെ പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ അങ്ങനെ ഒരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അവൻ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, മോശ ജനിച്ചപ്പോൾ അവൻ 3 മാസം വരെ അവൻ ആരെ കാണിക്കാതെ എന്ന് വെച്ചാൽ പുറത്തൊരു നിയമം നടമാടുകയാണ്. എന്താണ്? അവൻ ഇസ്രായേല് നിനക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളൊക്കെയും ഈ നദിയിൽ വലിച്ചെറിയപ്പെടണം. പക്ഷേ അവൻ ഹല്ലേലൂയ ജനനത്തിൽ തന്നെ അവൻ മോശ സുന്ദരനെന്ന് കണ്ടപ്പോൾ അവൻ ഫറവോന്റെ കൽപ്പനയെ ഭയപ്പെടാതെ അമ്മയപ്പന്മാർ ആ മകനെ അവൻ 3 മാസം സൂക്ഷിച്ചു. അവൻ ഹല്ലേലൂയ. അവൻ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അവനെ ഒളിപ്പിക്കാൻ വയ്യാതെയായി. അവരൊരു പെട്ടകത്തിൽ അവനെ കിടത്തി പശയും കീഴും തേച്ച് വെള്ളം കയറാതെ ഞങ്ങളുടെ ഇടയിലേക്ക് വിട്ടു. അവൻ ഹല്ലേലൂയ. നോക്കിക്കേ ദൈവത്തിന്റെ പ്രവൃത്തി. അവൻ ദൈവം തിരഞ്ഞെടുത്തവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ലോകത്തിനൊന്നും ചെയ്യുവാൻ കഴിയില്ല. അവൻ അതിനു മുമ്പ് അനേകരുടെ എബ്രായരുടെ കുഞ്ഞുങ്ങളുടെ ശവങ്ങൾ ആ നദിയിൽ ഒഴുകുമ്പോൾ അവൻ തമ്പുരാൻ തിരഞ്ഞെടുക്കപ്പെട്ട മോശയെ മാത്രം സ്വർഗം അവിടെ സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. തീർന്നോ? ആമേൻ ഹല്ലേലൂയ. അവിടെ ഒരു ആമേൻ അർത്ഥമുണ്ട്. ആമേൻ എന്താണെന്നറിയോ? അവന്റെ അമ്മയപ്പന്മാർ ആമേൻ ഹല്ലേലൂയ ആ കുഞ്ഞിനു വേണ്ടി അവൻ ഹല്ലേലൂയ ഇവൻ പ്രത്യേകതയുള്ളവനെന്ന് കണ്ട് അവനെ സൂക്ഷിക്കുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും അപ്പനും ഉണ്ടെങ്കിൽ അവൻ ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളുടെ തലമുറകൾ ആമേൻ ഹല്ലേലൂയ വെല്ലുവിളിച്ചു നിൽക്കുന്ന അവൻ ഏത് ശക്തിയുടെ മുമ്പിലും അവർ അതിജീവിച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അതിന്റെ പിറകിലെന്തോ ദൈവത്തിന്റെ കരം. നോക്കിക്കേ, അവൻ മോശയെ ആ നൈൽ നദിയിൽ വെച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്വർഗം പറഞ്ഞു ആമേൻ ഫറവോന്റെ രാജ്ഞി അതുവരെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കുടിക്കുവാൻ ആ നദിയിലേക്ക് അവൻ വരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ആത്മീയ മർമ്മം എന്തെന്നറിയോ? ദൈവത്തിന് ഓരോന്നിനും അതതിന്റെ സമയമുണ്ട്. ആ സമയത്ത് സകലത്തെയും അവൻ വിളിച്ചു വരുത്തും. കാരണം അവൻ മോശയെ ദൈവം തിരഞ്ഞെടുത്തത് അവൻ സാഹചര്യങ്ങളെ ദൈവം ഒരുക്കുക. അവൻ അവൻ രാജ്ഞി അവൻ മോശയെ വച്ച് പെട്ടകത്തിൽ വെച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടല്ല വന്നത്. അവൻ അതിന് മുമ്പും അവൾ വന്നില്ല. അവൻ അമ്മയപ്പന്മാർ പ്രാർത്ഥനയോട് ഇവൻ എന്ത് ഭവിക്കുമെന്ന് അവന്റെ പിറകിൽ ഒരു സഹോദരി നോക്കുവാനും ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ വചനം പറയുക അവൻ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി താൻ തിരഞ്ഞെടുത്ത ദൈവ പൈതലിന് വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്ന് രാത്രി നാം ഹല്ലേലൂയ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ വിശേഷമുള്ള ഒരു ജാതിയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ ആരാധനയ്ക്ക് മറുപടിയുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഇതൊന്നും വ്യർത്ഥമായി തീരത്തില്ല. അവൻ തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്നവരിൽ, തന്നെ ഭയപ്പെടുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ഇന്ന് രാത്രി ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇന്നത്തെ ആരാധന എന്റെ ദൈവം എന്നിൽ
സാധിച്ചുവോ എങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ എവിടെയാണ് ക്രമീകരിക്കപ്പെടേണ്ടത്, എവിടെയാണ് ഒരുക്കപ്പെടേണ്ടത്, അവിടെ ഇന്ന് രാത്രി നാം ഒരു സമർപ്പണം എടുക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശേഷമായ ഗോതമ്പുകൊണ്ട് നമ്മെ പോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ സംഖ്യകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം നന്ദി പറഞ്ഞു.